ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കം അതിന്റെ പരിസമാപ്തിയിലേക്ക് അടുക്കുമ്പോൾ ആരാധകരൊക്കെ അത്യാവേശത്തിൽ തന്നെയാണ്. നമുക്കത് പുറത്തെ കാഴ്ചകളിലേക്കൊക്കെ പോകാം. കേരളത്തിലെ ഓരോ കവലകളും വീടുകളും ഇന്ന് അർദ്ധരാത്രിയോടെ ഒരു പന്തിലേക്ക് അങ്ങനെ ചുരുങ്ങും. വാദപ്രതിവാദങ്ങളുമായി ആരാധകർ ഇപ്പോഴേ കളം നിറഞ്ഞു കഴിഞ്ഞു. തിരുവല്ലയിലെ ഒരു സ്കൂൾ ഗ്രൗണ്ടാണ്, PMV സ്കൂളിന്റെ ഗ്രൗണ്ടാണ് ഇതായി കാണുന്നത്. കുട്ടികളുടെ ടീമും അതുപോലെ തന്നെ വലിയവരുടെ ടീമുമാണ് ഇവിടെ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ കപ്പ് ഉയർത്തുന്ന ആരാ? കുട്ടികള് സ്പെയിൻ ആരാധകരാണ്, എന്നാൽ മുതിർന്നവർ അർജന്റീനൻ ആരാധകരാണ്. കപ്പ് ഉയർത്തുന്ന ആരാ? കപ്പ് കപ്പ് മുതിർന്നവർക്കൊപ്പം ഒരു കുഞ്ഞ് അതിഥിയും കൂടെ ഉണ്ട്. ആള് മെസ്സി ആരാധകനാണ്. മെസ്സി ആരാധകനാണോ? സ്പെയിൻ ജയിക്കും. എന്തുകൊണ്ടായിരിക്കുന്നത്? 100-150 പേര് കൂടുതൽ കളി കാണാനായിട്ട് വരും. അവർക്ക് വേണ്ട കടകാപ്പി, കപ്പ ആദ്യം ആര് ഗോൾ അടിക്കുന്നോ അന്നേരം തിരിച്ച് ഫ്രണ്ടിൽ വന്ന ഒരു ഡാൻസും എല്ലാം ഉണ്ട്. അവസാനം ഒരു തകർപ്പുണ്ട്. ആ തകർപ്പ് ഇന്നത്തെ സ്ഥിതിയിലാണെങ്കിൽ വെളുപ്പിനെ വരെ കാണുമെന്ന് ഉറപ്പാണ്. ആര് ജയിച്ചാലും കാറ് മൊത്തം മെസ്സിയും അർജന്റീനയും ആക്കി ഇട്ടിരിക്കുന്നതാണ്. ആ കാറിന്റെ ഉടമസ്ഥനും ഇവിടെ ഉണ്ട്. മെസ്സി എന്ന് പറഞ്ഞാൽ എന്റെ ജീവനാ. 8,000 രൂപ മുടക്കി ഇറക്കിയത്. 8,000 രൂപ. അപ്പൊ അർജന്റീന എന്ന് പറയുന്നത് ആരൊക്കെയാ? സ്പെയിനോ? ഫോർട്ട് കൊച്ചിയിലെ സാന്റാക്ലോസ് ഗ്രൗണ്ടിൽ ഇവിടെ ഒരു ടീമുണ്ട്, റിയൽ ഫുട്ബോളേഴ്സ്. സ്പെയിനിന്റെ ഫാൻ ആണെങ്കിലുണ്ടോ? പോർച്ചുഗൽ ഫാൻസ് ആയിരുന്നു, പോർച്ചുഗൽ ബ്രസീൽ ഫാൻസ് ആയിരുന്നു. ഇപ്പൊ സ്പെയിനിലേക്ക് മാറിയിട്ടുണ്ട്. അതേപോലെ നല്ല കളിയാണ് കഴിച്ചു. മോശമാക്കാൻ പാടില്ല. അർജന്റീന കപ്പെടുക്കുന്നാണ് ഞങ്ങൾ എല്ലാവരും വിശ്വാസം. വേൾഡ് കപ്പ് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല 2 കംബാക്ക് നടത്തിയത് അത് ഞാൻ കണ്ടതിൽ മെസ്സിയുടെ കടുത്ത ആരാധകനാണ്. എന്തായാലും അർജന്റീന കപ്പടിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആരാധകർ ഇവിടെ കൂടിയിരിക്കുന്നത് ഏതാണ്? അർജന്റീന ജയിക്കും. ആദ്യമായിട്ട് ഒരു ബ്രസീൽ ആരാധകൻ പറയുന്നത് അർജന്റീന ജയിക്കും. ഇപ്പോഴുള്ള അർജന്റീനയുടെ കളി എങ്ങനെയുണ്ട്? പൊതുവെ അടിപൊളിയായിരുന്നു. നല്ല പാസും ഷൂട്ടും എല്ലാം ഉണ്ടായി. ലാസ്റ്റ് 5 മിനിറ്റിൽ അർജന്റീന എപ്പോഴും ഗോൾ അടിക്കും. പിന്നെ പേടിക്കാനുണ്ട് അധികം. ബ്രസീലാണ് നമ്മുടെ മെയിൻ. പക്ഷെ ആ സെമി കണ്ടതിന് ശേഷമാണ് നമ്മളൊരു അർജന്റീന ഫാൻ ആയതുണ്ട്. മെസ്സി മിനിമം 3 ഗോൾ അടിക്കും. ഹാട്രിക്. ആരായിരിക്കും ജയിക്കാൻ ഒരുമിച്ചെന്ന് പറഞ്ഞേ? അർജന്റീന. കുട്ടനാട്ടിലെ ഒരു വലിയ പാടശേഖരമാണ്. ആ പാടശേഖരത്തിന്റെ നടുക്കാണ് ഈ ഫ്ലെക്സ് ഉള്ളത്. അന്ന് പറഞ്ഞ തന്നെ ആണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ ഇത് ജയിക്കും. അതൊരു ആരാധകന്റെ ആവേശമല്ല. സ്പെയിനിന്റെ ടിക്കിറ്റാക്ക തന്ത്രങ്ങൾ മുഴുവൻ നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് മെസ്സി. അതുകൊണ്ട് അതെല്ലാം ബ്രേക്ക് ചെയ്ത് എതിരില്ലാത്ത 3 ഗോളിൽ ഇന്ന് ഫൈനൽ ജയിച്ചിരിക്കും. നീ കളി കാണോ? ഫുള്ളായിരുന്നു ഫുട്ബോൾ ഞാനും മാവോയും കളിക്കും. റൊണാൾഡോ പൊങ്ങിയോടെ നിപ്പുണ്ട്. ആദ്യം ഇവരെല്ലാം വലുത് വെച്ചതാ, ഇപ്പൊ ഞങ്ങൾ മാത്രമായിട്ട് അവശേഷിക്കും. റൊണാൾഡോ വലിയവനാണ്, അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ആളുകളൊക്കെ ഇവിടെ വന്ന് കുടുംബമൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും അതിനെ മെസ്സി മുക്കായിട്ട് മാറ്റാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. അങ്ങനെ മാറട്ടെ. അതെ, അങ്ങനെയാണ് പുറത്തെ ഓരോരോ ആവേശ കാഴ്ചകളൊക്കെ തന്നെ.